വിവാഹേതര ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ ഗർഭിണിയായ യുവതിയെ നടുറോഡിൽ വച്ച് കുത്തിക്കൊലപ്പെടുത്തിയ കാമുകനെ തൊട്ടു പിന്നാലെ ഭർത്താവ് കൊലപ്പെടുത്തിയതിന്റെ കാരണം പുറത്ത്. ഗർഭത്തിലുള്ള കുട്ടിയുടെ പിതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് വിവരം. സെൻട്രൽ ഡൽഹിയിലെ രാംനഗറിലാണ് സംഭവമുണ്ടായത്. 2 പെൺകുട്ടികളുടെ അമ്മയായ 22കാരിയായ ശാലിനിയും ഇവരുമായി ലിവ് ഇൻ ബന്ധമുണ്ടായിരുന്ന ഒരു പ്രാദേശിക ഗുണ്ടയായിരുന്ന കാമുകൻ ആഷു എന്ന ശൈലേന്ദ്രയുമാണ് കൊല്ലപ്പെട്ടത്. ശൈലേന്ദ്രയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറായ ശാലിനിയുടെ ഭർത്താവ് ആകാശ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ച ശാലിനി ഗർഭിണിയായിരുന്നു. ശാലിനി തന്റെ കുട്ടിയെയാണ് ഗർഭം ധരിച്ചതെന്നാണ് കാമുകനായ ആഷുവിന്റെ അവകാശവാദം. ശാലിനി ഭർത്താവിനൊപ്പം താമസിക്കുന്നതിൽ ഇരുവരും തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ശാലിനിയും ആകാശും തമ്മിലുള്ള ബന്ധം വഷളായ സമയത്താണ് ആഷുവുമായി ശാലിനി പ്രണയത്തിലാകുന്നത്. കുറച്ചുകാലം ഇരുവരും ഒരുമിച്ച് താമസിച്ചിരുന്നതായി ശാലിനിയുടെ അമ്മ പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. ഇതിനിടെ ശാലിനിയും ആകാശും അനുരഞ്ജനത്തിലായി. ഇരുവരുടെയും 2 പെൺമക്കളുമായി ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. ഇതാണ് ആഷുവിനെ പ്രകോപിപ്പിച്ചത്. ശാലിനി ഗർഭം ധരിച്ചത് തന്റെ കുട്ടിയെയാണെന്നാണ് ആഷുവിന്റെ വാദം. എന്നാൽ കുട്ടി ആകാശിൻ്റെതാണെന്ന് ശാലിനി ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ഇതാണ് ക്രൂര ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം. ഭർത്താവിനൊപ്പം ജീവിക്കരുതെന്ന ശൈലേന്ദ്രയുടെ തീരുമാനം ശാലിനി എതിർത്തതും പകയായി. ഗർഭസ്ഥ ശിശു തൻ്റേതാണെന്നും അതിനാൽ തനിക്കൊപ്പം ജീവിക്കണമെന്നുമായിരുന്നു ശൈലേന്ദ്രയുടെ ആവശ്യം. ഇന്നലെ രാത്രി ആകാശും ശാലിനിയും ഖുത്തൂബ് റോഡിൽ ശാലിനിയുടെ അമ്മയെ കാണാൻ പോയപ്പോഴാണ് ആക്രമണം ഉണ്ടായത്. ശൈലേന്ദ്ര പെട്ടെന്ന് ദമ്പതികളുടെ മുന്നിലെത്തി ആകാശിനെ കത്തികൊണ്ട് ആക്രമിച്ചെങ്കിലും അയാൾ ഒഴിഞ്ഞുമാറി. തുടർന്ന് ഓട്ടോറിക്ഷയിലിരുന്ന ശാലിനിയുടെ ശരീരത്തിൽ കത്തി പുറത്തെടുത്ത് പലതവണ കുത്തുകയായിരുന്നു. ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ആകാശിനും കുത്തേറ്റു. എന്നാൽ തന്നെ കുത്താൻ ഉപയോഗിച്ച കത്തി പിടിച്ചുവാങ്ങി ശൈലേന്ദ്രയെ ആകാശ് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ശാലിനിയുടെ സഹോദരൻ രോഹിത് ഉടൻ തന്നെ ദമ്പതികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ശൈലേന്ദ്രയെയും അതേ ആശുപത്രിയിൽ തന്നെ എത്തിച്ചു. എന്നാൽ ശാലിനിയുടെയും ശൈലേന്ദ്രയുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഭാര്യയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ആകാശിന് നിരവധി തവണ കുത്തേറ്റതായി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ നിതിൻ വത്സൻ പറഞ്ഞു. സംഭവം പ്രദേശത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. ശാലിനിയുടെ അമ്മ ഷീലയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുണ്ട്. എന്തായാലും നടുറോഡിലാണ് ഇത്തരത്തിൽ ക്രൂര കൊലപാതകം നടന്നത്. 2 പേരാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ ആകാശ്.